പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിനം ഇതിനും വലിയൊരു ബ്ലെസ്സിങ് ആവട്ടെ, കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നോമ്പ് ഉപവാസത്തിൻ്റെ ഒന്നും കാര്യം പറയണ്ടല്ലോ അല്ലേ. നമ്മൾ 15 നോമ്പിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 18:35. അവിടെ വചനം പറയാണ്, അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങി നിർത്തി. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി എന്ന് പറയുമ്പോൾ പ്രിയ സഹോദരൻ, ഈ രക്ഷയുടെ പരിച അത് വിശുദ്ധിയാണ്. നമ്മൾ പാടില്ലേ, വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമായൊരു പരിച, നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർക്കാ. ഈ വിശുദ്ധി എന്ന ആ ഒരു ആവരണം നമ്മൾ തകർത്ത് കഴിഞ്ഞാൽ വേലി പൊളിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ മതിൽ തകർന്നു പോകുന്നത് പോലെയാണ് വിശുദ്ധിയുടെ മേഖലയിൽ ഈ പരിച, രക്ഷയുടെ പരിച എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിക്കുമ്പോൾ അത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്താനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ നമ്മൾ ആ പരിച നമ്മളെ കൂടെ കൂട്ടുകയാണെങ്കിൽ എന്താ, അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങി നിർത്തി. അതായത് വിശുദ്ധിയിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ കർത്താവ് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്നത് കാണാൻ പറ്റും. എത്രയെത്ര ജീവിതങ്ങളാണെന്നറിയാം സഹോദരങ്ങളെ. ശരിക്കും മാനുഷികമായിട്ട് ഞാൻ ചിലപ്പോൾ ചില കേസുകളൊക്കെ വന്ന് ദൈവം ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഒറ്റ കാര്യം വരെ പറയാറില്ല, അച്ഛാ എന്നാൽ കഴിയുന്ന വിധത്തിൽ വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ വീണു പോകുക അച്ഛാ, വേഗം പോയിട്ട് കണ്ണീരോടെ പാപസങ്കീർത്തനം നടത്തും. ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമ്പോൾ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക അച്ഛാ. എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യും. ദൈവം എന്നെ അത്ഭുതകരമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അച്ഛാ. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച, അജയ്യമായൊരു പരിച, നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, ദൈവത്തെ അവർ കാണും. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.